ADGP MR അജിത് കുമാറിനെതിരായ നടപടിയിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. DGP സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അച്ചടക്ക നടപടി എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല. സാർ ഉൾപ്പെടെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. സാർ, ഒരു അച്ചടക്ക നടപടിയായിട്ട് കാണാൻ കഴിയും. അച്ചടക്ക നടപടിയായിട്ട് കാണാൻ കഴിയും സാർ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, DGP സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇതിൽ DGP പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഡൽഹി കേരള ഹൗസിലല്ലേ ഉള്ളത്? പ്രവിധ ഏതാണ്ടൊരു 11:30 കൂടിയാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള ഹൗസിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തോട് ഈ ADGPക്കെതിരായ നടപടികളെപ്പറ്റി ചോദിച്ചിരുന്നു. അതിനോടും പ്രതികരിച്ചില്ല. ഒരു അച്ചടക്ക നടപടിയാണോ ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയായിരുന്നു. പ്രധാനമായും ഒരു ഗൗരവ സ്വഭാവമുള്ള ഒരു സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. കാരണം ഈ RSSുമായുള്ള കൂടിക്കാഴ്ചയിലും അതുപോലെ തന്നെ പൂരം കലക്കൽ ഉൾപ്പെടെ ADGPയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത് DGP നൽകിയ റിപ്പോർട്ട് അടക്കം ഉള്ളതായിട്ടാണ് വിവരം. അതിൽ തന്നെ അവസാന ഘട്ടത്തിൽ ചിലത് മയപ്പെടുത്തിയതായുമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വിലയിരുത്തുമ്പോൾ പുറത്തു വന്ന ഇന്നത്തെ ഉത്തരവും അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു ചുമതലയാണ് നൽകിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ പോലും DGP ഒരു വിശദീകരണത്തിനോ ഒരു പ്രതികരണത്തിനോ തയ്യാറാകുന്നില്ല. ഒരു അച്ചടക്ക നടപടി, ഒരു ഡിസിപ്ലിനറി ആക്ഷനാണോ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യത്തിന് പോലും അദ്ദേഹം പ്രതികരിക്കാതെയാണ് പോയത്. എന്തായാലും ഡൽഹിയിൽ ചില ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളുടെ ഭാഗമായാണ് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ DGPയും ഇവിടെ എത്തിച്ചേർന്നത്. നാളെ നടക്കുന്ന ചില പരിപാടികളിൽ പങ്കെടുക്കാനാണ്. ഏതാണ്ട് 10:50 കൂടിയായിരുന്നു ഡൽഹിയിൽ എത്തിയത്. അതിനുശേഷം 11:30 കേരള ഹൗസിലും എത്തിച്ചേരുകയായിരുന്നു. എന്തായാലും ചോദ്യത്തോട് നമ്മൾ ഉന്നയിച്ച 3 ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പോവുകയാണ് DGP ചെയ്തത്. പ്രവിധ, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.